ബഡ്ജറ്റ് ഈ 26-27 ജനകീയ ബഡ്ജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സാർ. പ്രതിപക്ഷം തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് ചർച്ച ചെയ്യാതിരിക്കാനാണ് സാർ. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ല. ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് പ്രതിപക്ഷം മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് സാർ. പ്രതിപക്ഷം സ്പീക്കറുടെ ഡൈസിലേക്ക് കയറി അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഞാൻ ഇതിനെ അപലപിക്കുന്നു സാർ. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് ആമമുട്ടയാണ് ലഭിച്ചത്. നമ്മുടെ അഭിമാന പദ്ധതികൾക്കൊന്നും തന്നെ ഒരു പൈസ പോലും മാറ്റിവെക്കാതെ കേരള ജനതയെ അപമാനിക്കുകയാണ് സാർ. കേന്ദ്ര ബഡ്ജറ്റ് ഒരക്ഷരം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. കോൺഗ്രസ് ബി ജെ പിയുടെ നിലപാടിനൊപ്പമാണ് ഇതിലൂടെ കാണിക്കുന്നത് സാർ. സംസ്ഥാന ജില്ലയിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് സാർ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. 2ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1ാം ഘട്ട പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 730 കപ്പലുകളാണ് വിഴിഞ്ഞം തീരം അണഞ്ഞത്. പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കഴിയുമ്പോൾ വളരെ വലിയ വികസന സാധ്യതയാണ് വിഴിഞ്ഞത്തെ തേടിയെത്തുക എന്നും ഇത് തിരുവനന്തപുരത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും ആകെ മുഖച്ഛായയായി മാറും എന്ന കാര്യത്തിൽ ഇതിൽ എന്തുറപ്പാണ് സാർ വേണ്ടത്? ഒരു കാലത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിധി എഴുതിയ ഒരുപാട് പ്രതിസന്ധികളെ ഇച്ഛാശക്തിയോട് നേരിടുന്നതിൻ്റെ ഫലമായാണ് ഇന്നത്തെ തുറമുഖത്തിൻ്റെ വികസനം സാർ. സർക്കാർ പള്ളിക്കൂടങ്ങൾ പഠിച്ച് സർക്കാർ ആശുപത്രികൾ ചികിത്സിച്ച് സർക്കാർ ജോലി ജീവിക്കണമെന്ന് ഇനി ആരും കരുതേണ്ടതില്ല എന്നും അത്തരം കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നും ഭരണാധികാരികൾ ഉണ്ടായിരുന്നൊരു നാടാണ് സാർ ഇത്. സംസ്ഥാനത്തിൻ്റെ ദേശീയപാത വികസനം 30 മീറ്ററാക്കി ചുരുക്കണമെന്നും 45 മീറ്റർ റോഡ് വികസനം എന്നത് കേരളത്തിന് സാധ്യമാകുന്ന പദ്ധതിയല്ല എന്നും പറഞ്ഞ നമ്മൾ കേട്ടതാണ് സാർ. എന്നാൽ കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് സാർ? ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഏറ്റെടുത്തു. സ്ഥലമെടുക്കുവാൻ ഈ കോമ്പൗണ്ടിൽ കയറരുതെന്ന് ഫ്ലക്കാർഡ് വെച്ചവർ വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഭൂമി വിട്ടുതരികയും അതിലേറെ സന്തോഷത്തോടുകൂടി ഭൂമി വില കൈപ്പറ്റുകയും ചെയ്തു വളരെ അഭിമാനത്തോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് സാർ കേരളം സാക്ഷിയായത്. നഷ്ടപരിഹാരം കിട്ടിയവരെ ഭാഗ്യവാന്മാരും ഭാഗ്യമതികളുമായി പൊതുസമൂഹം വിലയിരുത്തുന്നു എന്നതാണ് ഇതിൻ്റെ അവസ്ഥ സാർ. ദേശീയപാത മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതിവേഗത്തിൽ പുരോഗമിച്ചു വരുന്നു സാർ. കേശവദാസപുരത്തെ അങ്കമാലിയുമായി ബന്ധിപ്പിക്കുന്ന MC റോഡിൻ്റെ വികസനവും യാഥാർത്ഥ്യമാക്കുകയാണ്. ഇത്തവണ ബഡ്ജറ്റിൽ ഞങ്ങളുടെയൊക്കെ ദീർഘകാല അഭിലാഷമായിരുന്ന കിളിമാനൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള തുകയും MC റോഡ് വികസനത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാർ. ഞങ്ങളുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ റോഡ് വികസനത്തിനും പാലം നിർമ്മാണത്തിനും ഏറെ മുന്നേറാൻ കഴിഞ്ഞ വർഷങ്ങളായിരുന്നു ഈ 10 വർഷം. 63.78 കോടി രൂപയാണ് പാലങ്ങളുടെ നിർമ്മാണത്തിനായി ലഭിച്ചത്. മലയാളത്തിൻ്റെ പ്രിയ കവി കുമാരനാശാന്റെ ജന്മനാടായ കായിക്കരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരരക്തസാക്ഷി വക്കം ഫാദറിന്റെ മണ്ണായ വക്കവുമായി ബന്ധിപ്പിക്കുന്ന വക്കം കായിക്കര പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് 33.37 കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും സാധിച്ചു സാർ. ഒരേ സമയം ഒരേ ദിശയിലേക്ക് മാത്രം വാഹനങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കുന്ന കുപ്പിക്കഴുത്തുപോലുള്ള നിരവധി പാലങ്ങളെ പൊളിച്ച് പുതിയ പാലങ്ങൾ നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് സാർ. കിളിമാനൂരെ കൊച്ചുപാലവും നഗരൂരിൻ്റെ പാലവും ചെറുകാരം പാലവും വയ്യാറ്റിങ്കര പാലവും ഒറ്റൂർ പാലവും ചീപ്പൽക്കടവ് പാലവും എന്നിവ പുതുക്കി പുതിയ പാലം നിർമ്മിച്ച് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുവാൻ സാധിച്ചു സാർ. വെള്ളിയാഴ്ചക്കാവിലെ പാല നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ 150 കോടിയിലധികം റോഡ് വികസനമാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു സാർ. ആലങ്കോട് മീരാങ്കടവ് റോഡിന് 35 കോടി രൂപയും പൊരുന്തമൺ കല്ലറ റോഡിന് 10 കോടി രൂപയും തട്ടത്തുമല ചാറയൻ റോഡിന് 8 കോടി രൂപയും കല്ലറ തൊളിക്കുടി റോഡിന് 5 കോടി രൂപയും കടുവേ പള്ളിയിൽ തോട്ടക്കാട് വട്ടക്കേദാ റോഡിന് 5 കോടി രൂപയും കല്ലമ്പലം BC മുക്ക് ചെമ്പരത്തുമുക്ക് റോഡിന് 5 കോടി രൂപയും വകവരുത്തിയിട്ടുണ്ട് സാർ. ആരോഗ്യ മേഖലയിൽ വലിയ വികസന മുന്നേറ്റം സാധ്യമായ വർഷങ്ങളാണ് സാർ കടന്നുപോയത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സൗഹൃദമായ കാലഘട്ടം കൂടിയായിരുന്നു ഇത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഏർപ്പാടാക്കിയ സ്ത്രീകളിലെ ക്യാൻസർ രോഗനിർണയം നിരവധിയായ ആളുകളാണ് ഇതിലൂടെ രോഗം നിർണ്ണയിക്കുവാനും സമയബന്ധിതമായി ചികിത്സ ഉറപ്പാക്കുവാനും സാധിച്ചത്. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റുമായി തങ്ങളുടെ ശാരീരികാവസ്ഥ
അവസ്ഥയ്ക്ക് ചികിത്സ പോലും മാറ്റിവെച്ച് ജീവിച്ച നിരവധി പേർക്ക് ഈ പദ്ധതി സഹായമായി സാർ. പല കാരണങ്ങളാൽ പറയാൻ മടിച്ചതും ഡോക്ടർമാരെ കാണാൻ മടിച്ചതുമായ സാഹചര്യം തോൽക്കുകയും ചികിത്സ അവരെ തേടിയെത്തുകയും ചെയ്തു സാർ. ആർത്തവ വിരാമം ഇന്ന് സംഭവിച്ച സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആർത്തവ വിരാമ ക്ലിനിക്കുകൾ സംഘടിപ്പിക്കുവാൻ സ്ഥാപിക്കുവാൻ ബഡ്ജറ്റിൽ തുക വരുത്തിയിരിക്കുന്നു. ഇതിനെ സ്വാഗതം ചെയ്തു സാർ. വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായ ഇടപെടൽ മന്ത്രി അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന കുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. അവധി ദിവസങ്ങളിൽ സ്കൂൾ എക്സ്ട്രാ ക്ലാസ് വയ്ക്കുന്നുവെന്ന് മന്ത്രിയുടെ ഫോണിൽ വിളിച്ച് പറയുന്നു. അതിന് പരിഹാരം കണ്ടെത്തുന്ന മന്ത്രി ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളെ കലോത്സവങ്ങൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹത്തിന് നിയമ സംവിധാനങ്ങളുടെ സകല സാധ്യതകളും ഉപയോഗിച്ച് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് മന്ത്രി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗുഡ് ഗവേൺസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇടപെടലിനെ വിശേഷിപ്പിച്ചത്. മികവാർന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കിയ പൊതുവിദ്യാഭ്യാസ രംഗമാണ് ഇന്ന് കേരളത്തിൻ്റെതും. കിഫ്ബി പദ്ധതി പ്രകാരം അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമായ സ്കൂളുകളിലേക്ക് ഒന്നുപോയാൽ അറിയാം നമ്മുടെ പൗരന്മാർക്കായി നടപ്പിലാക്കിയ ഈ വികസനത്തിൻ്റെ മുന്നേറ്റം. പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളെയും ഒരു വിദ്യാലയത്തെ മാതൃകയാക്കി വിദ്യാലയമായി കണ്ടെത്തിയ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി 5 കോടി രൂപയുടെ വികസനം പൂർത്തീകരിച്ച 3 വിദ്യാലയങ്ങളിൽ എൻ്റെ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരുന്നു അഭിമാനിക്കുകയാണ് സാർ. 1000 കുട്ടികൾ പഠിക്കുന്ന എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും 3 കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ 6 സ്കൂളുകളാണ് സാർ അത്തരത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിച്ചത്. ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ ടൗൺ UPSും ചെറുന്നൂർ ഗവൺമെൻറ് HSും കവലൂർ ഗവൺമെൻറ് HSും ബർക്കം ഗവൺമെൻറ് HSും കിളിമാനൂർ ടൗൺ UPSും തട്ടസുമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും പോങ്ങനാട് UPSും നെടുമ്പറമ്പ് HSും 1 കോടി 30 ലക്ഷം ചിലവഴിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് സാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും മുള്ളറങ്കോട് UPSും പാപ്പാല UPSും ആലങ്കോട് UPSും ശ്രീനാരായണ UPSും എന്നിവയ്ക്ക് 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെയും പണി നടക്കാൻ പോകുകയാണ്. സംസ്ഥാന ബജറ്റിലെ ഭരണാനുമതി ഇല്ലാത്ത മരാമത്ത് പ്രവൃത്തി ഉൾപ്പെടുത്തി MLAമാർക്ക് നിർദ്ദേശിക്കാവുന്ന പദ്ധതികളുടെ ഭാഗമായി തോട്ടക്കാട് ഗവൺമെൻറ് LPS, ശ്രീനാരായണപുരം LPS, പേരൂർ വടശ്ശേരി UPS, ആറ്റിങ്ങൽ ഗവൺമെൻറ് PHC, ഓട്ടിസം പാർക്ക്, മണമ്പൂർ UPS, കുറ്റിമൂട് UPS, മഞ്ഞപ്പാറ UPS LPS എന്നീ സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചു. സർക്കാർ നേരിട്ട് നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂൾ ഉൾപ്പെടെ നടപ്പിലാക്കി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് 10 വർഷമായി നടപ്പിലാക്കാൻ പോകുന്നു. സാർ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആറ്റിങ്ങൽ എന്ന് പറയുന്ന നമ്മുടെ മണ്ഡലം ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ്. രാജാരവിവർമ്മയുടെ നാടാണ്. തങ്കലിപികളാൽ എഴുതിയപ്പെട്ട വരകളുടെ തമ്പുരാനായ രാജാരവിവർമ്മയ്ക്ക് ഒരു സ്മാരകം കൂടി പണിയുന്നതിന് വേണ്ടി അങ്ങയുടെ ബഡ്ജറ്റിൽ തുക വരുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി ശക്തിയായി പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.